ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം ആത്മഹത്യാ ബോംബറായി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തി. തനു രാജീവ് ഗാന്ധിയെ സമീപിച്ച് കാലിൽ തൊടാൻ കുനിയുകയും തന്റെ അരയിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. രാജീവ് ഗാന്ധിയോടൊപ്പം മറ്റ് 14 പേരും സ്ഫോടനത്തിൽ മരിച്ചു. ആകാശവാണി. എടോ, 5:30 എന്ന് പറയുമ്പോ കൃത്യം 5:30 കൃത്യ സമയം പാലിക്കാൻ പഠിക്കണോ? ഞാനൊക്കെ ഒരു ഉത്തമ മാതൃകയാണ്. ഓ ആയിക്കോട്ടെ. എടാ, ഡയലോഗ് മാത്രം പോരാ. ഇന്നലെ ആശയം എവിടെ ഇരുന്ന്? ഇന്നലെ എന്റെ ഭാര്യയുടെ അമ്മാവ് മരണപ്പെട്ടു പോയി. ഓ, പോയല്ലോ. അതെ, അമ്മാവൻ എന്ത് പറ്റിയടാ? അമ്മാവന് ക്യാൻസറായി. ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലാ. പക്ഷെ ഇന്നലെ പെട്ടെന്ന് അങ്ങോട്ട് മരണപ്പെട്ടു പോയി. അമ്മാവൻ മരിച്ചെടുക്കുമ്പോ നീ എടുത്ത് ചാടിക്കറി പോന്നാ? അതിന്റെ വിഷയം വേറെ. എനിക്കൊന്നൊരു ഇന്റർവ്യൂ ഉണ്ടോ? അതങ്ങ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ലൈഫ് ടൈം സെറ്റിൽമെന്റാ. തന്റെ പോലെ അല്ല. എടോ വിജയ, തന്നെ പോലെ ഇവിടെ പെണ്ണും കുട്ടികളൊന്നും ഇല്ലാത്തോണ്ടേ എന്റെ കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. താൻ അത് വിടോ. എനിക്ക് സമയമല്ല. നമുക്ക് നടക്കാൻ പോവാ. ഇന്റർവ്യൂ ഉള്ളതാ. കെട്ടടോ. അല്ല, തന്റെ അമ്മാവൻ എന്താന്ന് പറഞ്ഞത്? അമ്മാവന് ത്രോട്ട് ക്യാൻസറാ. ത്രോട്ട് ക്യാൻസറാ? അതെ. ഒന്ന് ആന നടക്കട, പള്ളൊക്കെ നടക്കട്ടെ. നീ വഴിക്കുന്ന പറഞ്ഞാ മതിയാ? ഞാൻ പറയുമ്പോ ഒരു വഴിയുണ്ട്. നമ്മൾ എന്നും പോണ വഴി മാറ്റി പിടിച്ചിട്ടേ നമുക്ക് നമ്മളെ ബീച്ച് റോഡ് ഞങ്ങൾ ചേഞ്ച് തന്നതാ. അതെ. അല്ല, എന്ത് ബീച്ച് റോഡ് വഴി? അവിടെ ഫുട്പാത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കാടോ. ഫുട്പാത്തിൽ പണിക്കാൻ നീ എങ്ങനെയാ പറഞ്ഞേ? ഞാൻ എന്താ നമ്മളെ കമ്മിറ്റി ഓഫീസിൽ പോയപ്പോ അവിടെ പാർട്ടി ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതൊന്ന് കേട്ടതാ. താനിപ്പോ പാർട്ടിയിലൊക്കെ ഉണ്ടല്ലേ? അതെ, ഫുൾ ടൈം വർക്കറാ. എന്താണ് പാർട്ടി ചർച്ചകളൊക്കെ ഇപ്പോ? ഇന്നലത്തെ അജണ്ട എന്താ? അടുത്ത എലക്ഷൻ ആര് സ്ഥാനാർത്ഥിക്കണമെന്നായിരുന്നു. സെക്രട്ടറി എന്നോട് കുറെ പറഞ്ഞ് ഞാനതങ്ങ് നിരസിച്ചു. ഇപ്പോ സജീവൻ നിൽക്കാന്നാണ് എന്റെ ഒരു തീരുമാനം. സജീവൻ നല്ലതാ. അതെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുള്ളൂ. രഹസ്യമാണ്, പുറത്തു പറയണ്ട. അതല്ലടോ, ഇതെന്താ? കണ്ടിട്ടേ എന്തോ പ്രതിമയാണെന്നാ തോന്നുന്നത്. ഏതോ നല്ല ശില്പം ഉണ്ടാക്കിയതാ. തനിക്കെതിരെ വേണ്ടി വലിയ ധാരണക്കുണ്ടോ? അല്ല, കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല ഏത്. ഞാൻ പറയുമ്പോഴേ ഇതിന്റെ മട്ടും ഭാവം അത്ര ശരിയില്ല. എന്തോ പിശകുണ്ടല്ലോ. അങ്ങനെയല്ലോ. അതിന്റെ ആ തല ഒന്ന് അങ്ങ് തേച്ച് കൊടുത്തേ. തല ബാക്കോട്ട് മുന്നോട്ട് തല ഇപ്പൊ
നല്ല ചേല, നല്ല ഗുഡ് ബോയ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പോഴാണ് പ്രതിഭപ്പെടുത്തുന്നത്. അതെ, പോലെ ഇപ്പൊ തന്നെ പോണോ? ആ ശരിയാ, ഇപ്പഴാ ഓർമ്മ വന്നു. ഒരു ഇന്റർവ്യൂ ഉണ്ട്, നേരത്തെ പറഞ്ഞതേ. വൈകിക്കണ്ട. ശരി വിട്ടോ, ഞാൻ പോയിട്ട് വരാം. ഓക്കേ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം ആത്മഹത്യാ ബോംബറായി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തി. തനു രാജീവ് ഗാന്ധിയെ സമീപിച്ച് കാലിൽ തൊടാൻ കുനിയുകയും തൻ്റെ അരയിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. രാജീവ് ഗാന്ധിയോടൊപ്പം മറ്റ് 14 പേരും സ്ഫോടനത്തിൽ മരിച്ചു. സമയം പാലിക്കാറുണ്ട്. ഞാനിതിനൊക്കെ ഒരു ഉത്തമ മാതൃകയാണ്. അല്ല, ആശാൻ ഇന്നലെ എവിടെ ആയിരുന്നു? ഇന്നലെ എൻ്റെ ഭാര്യയുടെ അമ്മാവ് മരണപ്പെട്ടു. അമ്മാവ് എന്താടാ പറ്റിയേ? അമ്മാവിന് ക്യാൻസർ ആയിരുന്നു. കുറച്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു പോയി. എന്നിട്ട് നീ എന്തെങ്കിലും ചാടിക്കയറി പോകുന്നത്? അതെനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റാ. തൻ്റെ പോലെ അല്ല. എടാ വിജയ, ഇവിടെ പെണ്ണും കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണം. മതി, സമയമുള്ളൂ. താനൊന്ന് പോരാ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ.
ഒന്ന് ഇളക്കി നടക്കണോ, പള്ളക്കൊന്ന് കുറയട്ടെ. തന്റെ അമ്മാവന് എന്ത് പറ്റിയതാന്നാ പറഞ്ഞേ? അമ്മാവന് ത്രോട്ട് ക്യാൻസർ. താനെന്താടൊന്ന് മിണ്ടാ നടക്കുന്നേ? ഒന്നുമില്ല. ഈ വഴി തന്നെ നടന്നാ മതിയാ? ശരി ശരി, നമുക്ക് വഴി മാറ്റി പിടിക്കാം. നമുക്ക് ബീച്ച് വഴി പിടിക്കാം. അതെന്താ ബീച്ച്? എടോ, നമ്മളെ ഫുഡ് പാതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഇന്ന് നമ്മളെ പാർട്ടി ഓഫീസിൽ പോയപ്പോ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക, അവിടുന്ന് കിട്ടിയതാ. താനിപ്പോ പാർട്ടിയിലൊക്കെ ഉണ്ടല്ലേ? അതെ, ഫുൾ ടൈം വർക്കറാണ്. പാർട്ടിയിലൊക്കെ എന്താ ചർച്ച? ഇന്നലത്തെ അജണ്ട അടുത്ത ഇലക്ഷൻ ആര് സ്ഥാനാർത്ഥിക്കണമായിരുന്നു. സെക്രട്ടറി എന്നോട് നിർബന്ധിച്ച് ഞാനതങ്ങ് നിരസിച്ചു. ഓ, സജീവൻ നിൽക്കണമെന്നാണ് തീരുമാനം. രഹസ്യമാണ്. 2 ദിവസം കഴിഞ്ഞാൽ പുറത്തുവിടുള്ളൂ. അല്ല, ഇതെന്താണോ? എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രതിമയാണ്. എന്നാലും ഏതോ ഒരു നല്ല ശില്പി ചെയ്തതാ. തനിക്കിതിനെ പറ്റി വലിയ ധാരണയൊക്കെ ഉണ്ടോ? അല്ല, കണ്ടിട്ട് വലിയ സുഖം തോന്നില്ല. ഏത്? ഞാൻ പറയുമ്പോഴേ ഇതിന്റെ നിപ്പിലും മട്ടിലും എന്തോ ഒരു പെശകുണ്ട്. അതെ. ആ തലയൊന്ന് തിരിച്ചെടുക്കണോ? ഇപ്പോ ഞാനേ പോയിട്ട് ഇന്റർവ്യൂ ഉണ്ട്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം ആത്മഹത്യാ ബോംബറായി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തി. തനു രാജീവ് ഗാന്ധിയെ സമീപിച്ച് കാലിൽ തൊടാൻ കുനിയുകയും തന്റെ അരയിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. അഞ്ചന എന്ന് പറഞ്ഞ കൃത്യം 5:30 സമയം പാലിക്കാറുണ്ട്. എടാ, നിനക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇന്ന് വീട് നടക്കാൻ തോന്നാറുണ്ടോ? ഇല്ല. എടാ, എന്നാലും എനിക്ക് ഞാനിപ്പോ അങ്ങനെ അവസ്ഥയിൽ ജീവിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നലെ നടന്നതാ. എടാ രാജാവ്, നിനക്ക് വട്ട. രാജാവല്ല, ദേജാവ്. എന്തിനോട്ടെ? എടാ, ഇത് ദേജാവൊന്നും അല്ല. പിന്നെ എന്താണ് എനിക്ക്? ഇത് ഞാനിപ്പോ തന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? താനിത് എന്തൊക്കെയോ വെറുതെ ചിന്തിച്ചു കൂട്ടി.
അല്ലല്ല, ഇത് ദേജമല്ല. ആ, നിനക്ക് എന്തൊരു ഇന്റർവ്യൂ ഇല്ലേ? ഉണ്ടല്ലോ. അതിനല്ലേ നീ നേരത്തെ വന്നത്? അതേടോ. നിന്റെ ഭാര്യയുടെ അമ്മാവൻ മരിച്ചത് ക്യാൻസർ വന്നിട്ടല്ലേ? ശരിയാണല്ലോ. നിങ്ങളുടെ പാർട്ടിയിലെ സ്ഥാനത്ത് സജീവനല്ലേ? അത് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പുറത്തുവിടുള്ളൂ. അപ്പൊ നീ 2 ദിവസം മുന്നോട്ട് കാണില്ല. എടാ, ഇതൊക്കെ നീ തന്നെ എന്നോട് പറഞ്ഞതാ. ഞാനോ? ആ, എപ്പോ? ഞാൻ പോയിട്ട് വരാം. ഇന്റർവ്യൂ ഉണ്ടല്ലോ. അല്ല, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം ആത്മഹത്യാ ബോംബറായി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തി. തനു രാജീവ് ഗാന്ധിയെ സമീപിച്ച് കാലിൽ തൊടാൻ കുനിയുകയും തൻ്റെ അരയിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. രാജീവ് ഗാന്ധിയോടൊപ്പം മറ്റ് 14 പേരും സ്ഫോടനത്തിൽ മരിച്ചു. എന്റെ അളിയാവുന്ന തീർത്ത് നാളായി അഞ്ചര ഒരേ വാർത്തകൾ. എടാ അളിയ, നിനക്ക് ഇത് വഴി നടക്കാൻ പോണ്ടേ? എടാ, എല്ലാരും കൂടി ഞാനിതൊന്നും ചെയ്തിട്ടാ. നീ കൂടി അറിയണ്ടല്ലോ ഇതൊക്കെ. എന്താണ് നീ പറയുന്നേ? എന്താ ഒരേ സംഭവം, ഒരേ വാർത്ത. ഇയാൾ എന്തൊക്കെ ചെയ്യുന്നത്? ഞാൻ പോട്ടോ. വിജയത്താന്ന് പോട്ടാ.
ശില്പിയോ, പ്രതിഭയോ, കാലമെന്ന നിലക്കാത്ത ചുഴിയുടെ ഒരു സഞ്ചാരികളുടെ നാമല്ല. ഈ നശിച്ച പ്രതിഭ എപ്പോഴേക്കും പ്രതിമ എടുത്തോ എന്റെ ദിവസങ്ങൾ, എന്റെ ജീവിതം. കാലത്തിൽ വരുന്നു സമയത്തെയോ നിന്റെ കൂടെ സഞ്ചരിക്കും ആ കാലം. തിരിച്ചു വരില്ലൊരാഖ്യാനം. ഓരോ നിമിഷവും വിചാരങ്ങൾ, ഭയങ്ങൾ, വെറുപ്പ്, വർത്തമാനത്തിൽ കുടുങ്ങിക്കിടക്കുന്നൊരു ദുഃഖം. താനും പ്രതിമ തമ്മിൽ എന്താണ് ബന്ധം? ഞാനും ഇതൊക്കെ എന്താ ബന്ധം? മിണ്ടാതിരാ വിട്ടി. നീ ചെയ്ത പ്രവൃത്തികളാണ് നിനക്ക് തിരിച്ചു വന്നേക്കുന്നത്. സമയവും പ്രവർത്തനങ്ങളും അതൊരു സമയക്കുരുക്കാണ്. എത്ര അടിക്കാൻ ശ്രമിച്ചാലും മുറുകി 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 ശ്വാസം പിടിച്ചു കൊല്ലുന്ന ശാപക്കുരുക്ക്. കുരുക്ക്, സമയം, ശാപം. എന്താണ് ഇതൊക്കെ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കാണ്. ഓരോ മനുഷ്യന്റെ അടുത്തേക്കും ഞാൻ വരും. അവരെ സമയത്തെയും കാലത്തെയും പോലെ ഞാൻ വിടുന്നു. അത് ചെറുപുഞ്ചിരിയോടെ സഹൃദയം നീ ആശ്രയിച്ചാ മതി. തന്നെ ഞാൻ കാലം, സമയം, കാലം.